ആണ് നോക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ളത് എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ബാക്കി ടോപ്പിക്സ് ആണ്, വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോവാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യം എന്ന് പറയുന്നത് എന്താണ്? എ ബാഗ് കണ്ടെയ്ൻ ₹90 in coins. If coins of 50 paise, 25 paise and 10 paise are in the ratio 2:3:5, how many 25 paise coins are there in the bag? അപ്പോൾ മൊത്തത്തിൽ എത്ര കോയിൻസ് ഉണ്ട്? മൊത്തത്തിൽ 90 റുപ്പീസ് ആണുള്ളത്. അത് ഏതൊക്കെയാണ്? 50 പൈസ ഉണ്ട്, 25 പൈസ ഉണ്ട്, അതേപോലെ 10 പൈസ ഉണ്ട്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര എണ്ണമുണ്ട് അതിൻ്റെ റേഷ്യോ ആണ്. എന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ റേഷ്യോ ആണ്, എണ്ണത്തിൻ്റെയാണ്, വാല്യൂവിൻ്റെ അല്ല. അപ്പോൾ എണ്ണത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3:5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2:3:5 എന്ന് പറഞ്ഞാൽ റേഷ്യോയിലാണ് തന്നേക്കുന്നത്. സിംപ്ലിഫൈഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത വാല്യൂസ് ആണ് 2:3:5. ഇതൊരു വലിയ വാല്യൂ ആയിരുന്നു, അതിനെ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ വാല്യൂ ആക്കി 2:3:5 ആക്കി. അപ്പോൾ ആ യഥാർത്ഥ വാല്യൂനെ നമുക്ക് എക്സ് ഇട്ടെടുക്കാം. 2x എന്നും 3x എന്നും 5x എന്നുമാണ് നമ്പേഴ്സിനെ എടുക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ 50 പൈസയുടെ 2x കോയിൻസ് ഉണ്ട്, 25 പൈസയുടെ 3x കോയിൻസ് ഉണ്ട്, 10 പൈസയുടെ 5x കോയിൻസ് ഉണ്ട്. ഇനി ഇവരുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ കോയിൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നതിനെ? വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. 50 × 2x ആണ് വാല്യൂ. 50 പൈസയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 × 2x ആണെന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 × 2 എന്ന് പറഞ്ഞാൽ 100 അല്ലേ? അപ്പോൾ 100x ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 25 പൈസയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 25 × 3x. 25 × 3x എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 3x. 75x അല്ലേ വരുന്നത്. ഇനി അടുത്ത 10 പൈസയുടെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? 10 × 5x എന്നാൽ 5x എണ്ണം ഉണ്ട് 10 പൈസ. അപ്പോഴേ 10 × 5x 50x അല്ലേ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ എത്ര രൂപയായി? ഇപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുന്നതല്ലേ നമ്മുടെ 90 രൂപ എന്ന് പറയുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടുന്നതല്ലേ 90 റുപ്പീസ് എന്ന് പറയുന്നത്? അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ഇതെല്ലാം കൂടെ 100x-ഉം 75x-ഉം കൂടെ എത്ര? 175. 175-ഉം 50-ഉം കൂടെ കൂട്ടണം. 5, 12, 225 എന്ന് പറഞ്ഞാൽ 225x ആണ് 90 രൂപ. ഇവിടെ പക്ഷേ പൈസയിലാണ് കിടക്കുന്നത്, ഇത് റുപ്പീസിലാണ് കിടക്കുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഈ പൈസേനെ എന്തോന്ന് ചെയ്യണം? റുപ്പീസിലോട്ടാക്കണം. നമ്മൾ ഈ പൈസേനെ റുപ്പീസിലോട്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഡിവൈഡ് ബൈ 100 അല്ലേ? പൈസേനെ റുപ്പീസിലോട്ടാക്കാൻ ഡിവൈഡ് ബൈ 100. അതേപോലെ റുപ്പീസിനെ പൈസയിലോട്ടാക്കാൻ എന്തോ ചെയ്യണം? ഇൻറ്റു 100. അപ്പോൾ നമ്മളിവിടെ എന്തോ ചെയ്യാം? എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ പൈസേനെ റുപ്പീസിലോട്ടാക്കാം. അപ്പോൾ ഡിവൈഡ് ബൈ 100 ചെയ്യുവാണ്. ഇത് നമുക്ക് 25-ൻ്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. 25 × 9 ആണ് 225. അല്ലെങ്കിൽ നിങ്ങൾ 5 വെച്ച് കട്ട് ചെയ്ത് പോയാലും മതി. അപ്പോൾ 9. ഇനി ഇവിടെ എത്രയാണ് വരുന്നത്? 4 എന്നാണ് വരുന്നത്. ഇനി എക്സിന് അവിടെ ഒറ്റയ്ക്കിടുക. x = 90. ഈ 4 ഡിനോമിനേറ്ററിൽ കിടക്കുന്നു, ഡിവിഷനായി കിടക്കുന്നു. അപ്പുറത്ത് 9 മൾട്ടിപ്ലിക്കേഷൻ ആവും. അതേപോലെ ഈ 9 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ കിടക്കുന്നു, അത് താഴെ വരും. അപ്പോൾ ഇതും കട്ട് ചെയ്ത് ഇവിടെ 10 എന്ന് വരും. അപ്പോൾ ആൻസർ എന്താണ്? എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 40 ആണ്. എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാത്തിനും എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്പർ ഓഫ് കോയിൻസ് കിട്ടുന്നത്. നമ്മുടെ അടുത്ത് ഏതിൻ്റെ നമ്പറാണ് ചോദിച്ചേക്കുന്നത്? 25 പൈസയുടെ നമ്പർ ഓഫ് കോയിൻസ് മാത്രം കണ്ടുപിടിച്ചാൽ പോരെ? എന്ന് പറഞ്ഞാൽ 3x-ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 3x എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ 3 × 40 എന്ന് പറയുന്നത് 120 അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 120 ആണ്. മനസ്സിലായല്ലോ? ഇത് നമ്പർ ഓഫ് കോയിൻസ് ചോദിച്ചത് കൊണ്ടാണ് 3x-ൽ ഇട്ടത്. ഇപ്പോൾ ഹൗ മെനി അല്ല, ദ വാല്യൂ ഓഫ് 25 പൈസ കോയിൻസ് എന്ന് പറഞ്ഞാൽ എത്ര? 20 എന്ന് വെച്ചാൽ 25 പൈസ കോയിൻസിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ എന്തോ ചെയ്തേ? ഇവിടെ ചോദിച്ചേക്കുന്നത് നമ്പർ ഓഫ് കോയിൻസ് ആണ്, അതുകൊണ്ടാണ് 3x എടുത്തത്. അപ്പോൾ വാല്യൂ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഈ 75x-ൽ വേണം എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ 75 × 40 എന്ന് ചെയ്യണമായിരുന്നു. എന്നാലാണ് എത്ര 25 രൂപ ഉണ്ടെന്നതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 25 പൈസ മാത്രം
75 × 40 ഉണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 20, 2, 3000. 3000 പൈസയാണ്. 3025 പൈസ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 25 പൈസ മാത്രം ചേർന്ന് വരുന്ന പൈസയുടെ വിലയെന്ന് പറഞ്ഞാൽ 3000 ആയിരുന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് കോയിൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കോംപ്ലക്സ് ആക്കണ്ട. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടില്ല. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലക്സ് ആക്കുന്നില്ല, ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ 3x എടുക്കാൻ കാരണം എന്താണ്? നമ്പർ ഓഫ് കോയിൻസ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 25 പൈസ, എത്ര 25 പൈസ തൊട്ട് ഉണ്ട് അല്ലെങ്കിൽ കോയിൻ ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 3xന് വാല്യൂ ഇട്ട് കൊടുത്തത്. ഇപ്പം അതിൻ്റെ വാല്യൂ 25 പൈസയുടെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ എന്തോ ചെയ്യണം? 7xന് ആ എക്സിന് 40 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതും സെയിം മോഡലാണ്. ഇവിടെ റുപ്പീസ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നേരത്തെ പൈസ ആയിരുന്നു, ഇവിടെ റുപ്പീസ്. ഒരു ബാഗ് ഉണ്ട്, അതിൽ എന്തൊക്കെയാണ്? 5 റുപ്പീസ് ഉണ്ട്, 2 റുപ്പീസ് ഉണ്ട്, 5 റുപ്പീസ് ഉണ്ട്, 2 റുപ്പീസ് ഉണ്ട്, 1 റുപ്പി കോയിൻസ് ഉണ്ട്. അതിൻ്റെ റേഷ്യോ, കോയിൻസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ ആണ് 5:6:7 എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇത് മൊത്തത്തിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 220 രൂപയാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് റുപ്പീസ് 2 റുപ്പി എന്ന് വെച്ചാൽ 2 റുപ്പീസ് 2 എത്ര കോയിൻസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് കോയിൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ എല്ലാം എക്സ് ഇട്ട് കൊടുക്കണ്ടേ. ഇതിൻ്റെ വാല്യൂ, യഥാർത്ഥ വാല്യൂ ഇതല്ല, സിംപ്ലിഫൈഡ് വാല്യൂ ആണ്. അപ്പോൾ എക്സ് ഇട്ട് കൊടുക്കുക. എക്സ് ഇട്ട് കൊടുത്തിട്ട് 2 റുപ്പി കോയിൻ്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? ഇതെല്ലാം ഈ നമ്പർ ഓഫ് കോയിൻസിൻ്റെ ഇതാണ് നമ്പർ ഓഫ് കോയിൻസ്. ഇനി ഇത് യൂസ് ചെയ്ത് എന്തോ ചെയ്യണം? വാല്യൂ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ പൈസയുടെ രൂപത്തിൽ നമ്മുടെ പൈസയുടെ വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇത് നമ്പർ ഓഫ് കോയിൻസും ആ എത്ര രൂപയാണോ അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ടോട്ടൽ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ 5 × 5x ആണെങ്കിൽ 25x എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 5 രൂപയുടെ 25 വാല്യൂ ഉണ്ട്. 25 ഇപ്പോൾ 5 രൂപ ചേർന്ന് മാത്രം തന്നെ 25x റുപ്പീസ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ 2 രൂപയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2 × 6x എന്ന് പറഞ്ഞാൽ 12x എന്ന് കിട്ടും. ഇനി 1 രൂപയുടെ ആകുമ്പോൾ 1 × 7x എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് വരുന്നത്? 220 എന്ന് വരുന്നത്. ഈ 12xും 7xും കൂടെ ആകുമ്പോൾ എന്താണ്? 19x എന്ന് വരും. 19xും 25xും കൂടെ കൂട്ടുമ്പോൾ 4 1 44 എന്നാണ് വരുന്നത്. അപ്പം 44x ആണ് നമുക്ക് 220 എന്ന് വരുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ്? 220 ഡിവൈഡ് ബൈ 44. ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, 22 വെച്ച് അങ്ങ് കട്ട് ചെയ്യാം. 22 × 2 ആയിരിക്കുമല്ലോ 44. അപ്പം 10 മുകളിൽ 2 താഴെ. ആൻസർ എക്സിൻ്റെ ആൻസറാണ് 5 വന്നിരിക്കുന്നത്. നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? എത്ര 2 റുപ്പീസ് കോയിൻ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് പറയുമ്പോൾ 6x, എക്സിൻ്റെ വാല്യൂ 5 ഇട്ട് കൊടുക്കണം. 6xന് എക്സിൻ്റെ വാല്യൂ 5 ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 30. ആൻസർ 30 എന്ന് പറഞ്ഞാൽ 30 2 റുപ്പീസ് കോയിൻ ഉണ്ട്. 30 2 റുപ്പീസ് കോയിൻ ഉണ്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ വാല്യൂ ഓഫ് 2 റുപ്പി കോയിൻ എന്ന് വെച്ചാൽ എവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്? ഈ 12xലാണ് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് 2 റുപ്പി കോയിൻസ് ആണെങ്കിൽ 6xൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മനസ്സിലായല്ലോ. ആൻസർ 30 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് പെർസെൻറ്റേജിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചേ. 26 പൈസ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 5 റുപ്പീസ് 20 പൈസ? ഇത് ഇവിടെ പൈസയിലാണ് കിടക്കുന്നത്. 26 പൈസയിലാണ് കിടക്കുന്നത്. ഇവിടെ പൈസയുണ്ട്, റുപ്പീസും ഉണ്ട്. നമുക്ക് അതിനെ എന്ത് കൺവേർട്ട് ചെയ്യാം? ഈ 5 റുപ്പീസിനെ നമുക്ക് എങ്ങനെ എഴുതാം? 500 എന്ന് എഴുതിക്കൂടെ? അല്ലേ? 5 റുപ്പീസിനെ എന്ന് പറഞ്ഞാൽ 500 പൈസയല്ലേ? 5 റുപ്പീസ് എന്ന് പറയുന്നത് 500 പൈസയാണ്. അങ്ങനെയാണെങ്കിൽ 500 പൈസയും 20 പൈസയും കൂടെ ചേരുമ്പോൾ എത്രയാവും? 520 പൈസയല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താ ചോദിക്കുന്നത്? 26 പൈസ ഈസ് വാട്ട് പെർസെൻറ്റേജ്? 26 പൈസ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 520 പൈസ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതെങ്ങനെ ചെയ്യണ്ടേ? 26 ഡിവൈഡ് ബൈ 520 ഇൻറ്റു 100 എന്നല്ലേ വരുന്നത്. എന്നാൽ 520ൻ്റെ എത്ര ശതമാനമാണ് 26 പൈസ എന്നാണ് ചോദിച്ചേക്കുന്നത്.
മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഇങ്ങനെയല്ലേ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 26 × 2. നമുക്ക് ഇതൊക്കെ ചെറിയ വാല്യൂസ് വെച്ച് കട്ട് ചെയ്യാം, പക്ഷെ പെട്ടെന്ന് സമയം ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. 26 × 2 എന്ന് പറഞ്ഞാൽ 12, 52 അല്ലേ? അതല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ 26 ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2, പിന്നെ ആ 0 അതേപോലെ അങ്ങ് ഇടുക. ഈ 0 കട്ട് ചെയ്ത് പോകും. ഈ 2ഉം ഈ 10ഉം കൂടെ കട്ട് ചെയ്ത് ഇവിടെ എന്ത് വരും? 5% ആൻസർ വരുന്നത്. ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ 26 പൈസയാണ്, ഇവിടെ റുപ്പീസിലും കൊടുത്തിട്ടുണ്ട്, പൈസയിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തോ ചെയ്യണം? പൈസയിലോട്ട് മാറ്റുന്നതാണ് നല്ലത്. കാരണം ഇവിടെ ഒരു റുപ്പീസിന് മാത്രം അങ്ങ് പൈസയിലോട്ട് മാറ്റിയാൽ മതി. റുപ്പീസിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ മാറ്റണം, പിന്നെ ഇവിടെ മാറ്റണം, കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ 500 പൈസ, 5 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 500 പൈസയാണ്. 20 പൈസയും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 520 പൈസയാണ്. ഇനി ഈ 520 പൈസയിൽ എന്ന് പറഞ്ഞാൽ 520 പൈസയുടെ എത്ര ശതമാനമാണ് 26 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 26 / 520 × 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 5% ആണ് ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ ഇതെങ്ങനെ ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ട് കൊണ്ടുവന്നതാണ്. പെർസെൻറ്റേജിലെ ക്വസ്റ്റ്യൻസ് ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ നമ്പേഴ്സ് ആണ് 3:4 എന്ന് പറയുന്നത്. 3:4 എന്ന് പറയുന്നത് റേഷ്യോ ആണ്. അപ്പോൾ ആ നമ്പേഴ്സ് നമ്മൾ എങ്ങനെ എടുക്കാം? 3x എന്നും 4x എന്നും ആ നമ്പേഴ്സിനെ എടുക്കാം. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് വി സബ്ട്രാക്ട് 5 ഇൻ ഈച്ച് നമ്പർ. ഈ 2 നമ്പറിൽ നിന്ന് നമ്മൾ 5 സബ്ട്രാക്ട് ചെയ്യുവാണ്. അപ്പോൾ റേഷ്യോ എന്താവുക എന്നാ പറയുന്നത്? 5:7 ആയിട്ട് മാറുമെന്ന്. ഇതിനെങ്ങനെ എഴുതേണ്ടത്? നമ്മുടെ നമ്പേഴ്സ് 3x ഉം 4x ഉം ആണല്ലോ. 3x ഉം 4x ഉം ആണ് നമ്പേഴ്സ്. അതിന്ന് രണ്ടെന്നും -5 ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 5:7 ആണ്. എന്ന് പറഞ്ഞാൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഫോമിൽ എഴുതുന്നതല്ലേ. 5:7 എന്ന് പറഞ്ഞാൽ 5/7 ആണ്. അതെങ്ങനെ കിട്ടിയെന്നാണ്? റേഷ്യോ ചെയ്തപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ 3x നിന്ന് 5 കുറച്ച് 4x നിന്ന് 5 കുറച്ചു, എന്നിട്ട് അതിനെ റേഷ്യോ ആക്കിയപ്പോഴാണ് 5:7 ആയിട്ട് അത് മാറിയത്. അപ്പോൾ നമ്മൾ ഇതിവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇതിൽ രണ്ടിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. 7 ഇവിടെ വന്ന് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് വരും? 7 × 3x - 5 എന്നും വരും. ഇവിടെ എന്ത് വരും? 5 × 4x - 5 എന്നും വരും. ഇവിടെ 7 വെച്ച് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 21x - 35 എന്ന് വരും. ഇവിടെ ആണെങ്കിൽ 20x - 25 എന്ന് വരും. ഇനി ഈ 20നെ ഇപ്പുറത്ത് കൊണ്ടുപോയി സബ്ട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ x എന്ന് വരും. ഈ -35 അപ്പുറത്ത് വരുമ്പോൾ +35 ആവും. +35 - 25 എന്ന് പറഞ്ഞാൽ 10 ആണ്. എക്സിൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ ഒരു നമ്പർ 3x ആണ്, മറ്റേ നമ്പർ 4x ആണ്. അപ്പോൾ അതിൽ നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സിന് 10 ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. 3 × 10 4 × 10. നമുക്ക് ആൻസർ 30 എന്നും 40 എന്നുമാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 30ഉം 40ഉം. ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ട് അത് തന്നെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. റേഷ്യോ ഓഫ് 2 നമ്പേഴ്സ് 3:4 ആണ്. അതിന്ന് നമ്മൾ 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ റേഷ്യോയിൽ നിന്ന് തന്നെ 5 റേഷ്യോ എന്ന് പറയുമ്പോൾ ഇത് ഡിവിഷനായിട്ടല്ലേ കിടക്കുന്നത്. ആ റേഷ്യോന്ന് തന്നെ 2 സ്ഥലത്തുനിന്നും ഇൻ ഈച്ച് നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3x നിന്നും 5 സബ്ട്രാക്ട് ചെയ്യണം, 4x നിന്നും 5 സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ എന്താണ്? റേഷ്യോ 5:4 ആവുന്നതാണ്. എന്ന് പറഞ്ഞാൽ 5/4 ആവുന്നതാണ്. അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് 3xനും 4xനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, കാണുമ്പോൾ ഉള്ള കോംപ്ലിക്കേഷനേ ഉള്ളൂ. 2 numbers are in the ratio 3:4. അപ്പോൾ 3:4 ആണ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം എഴുതേണ്ടത്? 3x ഉം 4x ഉം ആണ് നമ്പേഴ്സ് അല്ലേ? എന്നിട്ട് അതിൻ്റെ LCM എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 84 ആണ് അതിൻ്റെ LCM എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ദ 2 numbers. അപ്പം 2 നമ്പേഴ്സും 3x ഉം 4x ഉം ആണ്. അപ്പം ഇങ്ങനെ തന്നേക്കുവാണെങ്കിൽ LCM 84 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 നമ്പേഴ്സിൻ്റെ LCM എടുക്കണം. ഈ 2 നമ്പേഴ്സിൻ്റെ LCM എടുക്കുമ്പോൾ നമ്മൾ എക്സിനെ അങ്ങ് ചുമ്മാ ഇട്ട് കൊടുത്താൽ മതി. എക്സിനെ നമ്മൾ നോക്കണ്ട, ആദ്യമേ എക്സിനെ നോക്കണ്ട. 3ൻ്റെയും 4ൻ്റെയും LCM എടുക്കണം. 3ൻ്റെയും 4ൻ്റെയും LCM നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഫാക്ടറൈസ് ഒന്നും ചെയ്താലും 3ഉം 4ഉം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 12 ആണ് നമ്മുടെ 3ൻ്റെയും 4ൻ്റെയും LCM. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു എക്സും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇതാണ്
3x-ൻ്റെയും 4x-ൻ്റെയും LCM, അല്ലാതെ എക്സ് സ്ക്വയർ എന്നൊന്നും വരത്തില്ല. ആദ്യമേ ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെയും LCM എടുക്കുക, പിന്നെ എക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് 12x എന്ന് കിട്ടിയില്ലേ? ഈ 12x എന്ന് പറഞ്ഞാൽ LCM ക്വസ്റ്റ്യൻ എത്രയാണ് തന്നിരിക്കുന്നത്? 84 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 12x ആണ് 84. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? 84 ഡിവൈഡ് ബൈ 12. ഈ എക്സിൻ്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുവാണ്. അതിനപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഡിവൈഡ് ബൈ 12. ഇതും കൂടെ കട്ട് ചെയ്ത് 7 എന്നാവും. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? 7 എന്ന് വരും. അപ്പോൾ എക്സിന്റെ വാല്യൂ 7 വന്നല്ലോ. ഇനി ഇതിലെ ലാർജസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്ന് ലാർജസ്റ്റ് നമ്പറിന്റെ വാല്യൂ ആണ്. ലാർജസ്റ്റ് നമ്പർ ഏതായിരിക്കും? 4x ആയിരിക്കത്തില്ലേ ലാർജസ്റ്റ് വാല്യൂ? അപ്പോൾ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 4 × 7 28 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യമേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുവാണെങ്കിൽ, രണ്ട് റേഷ്യോസ് ആണ് തന്നേക്കുന്നതെങ്കിൽ ആ റേഷ്യോനെ 3x ഇട്ട് എഴുതുക. നമ്പേഴ്സ് 3x എന്ന് 4x എഴുതി. എന്നിട്ട് അതിന്റെ LCM അല്ലേ തന്നേക്കുന്നത്? അപ്പം നമ്മൾ 3x-ൻ്റെയും 4x-ൻ്റെയും LCM കണ്ടുപിടിക്കണം. 3x-ൻ്റെയും 4x-ൻ്റെയും LCM കണ്ടുപിടിക്കാൻ എക്സ് അവിടെ ഇട്ടിരിക്കുക. എന്നിട്ട് ആ നമ്പേഴ്സിന്റെ മാത്രം LCM എടുക്കുക. 3-ൻ്റെയും 4-ൻ്റെയും LCM എടുക്കണം. 3-ൻ്റെയും 4-ൻ്റെയും LCM എത്രയാണ്? 12. അതിന്റെ കൂട്ടത്തിൽ എക്സും കൂടെ അങ്ങ് ഇട്ടാൽ മതി. 12x ആണ് നമ്മുടെ LCM വരുന്നത്. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 84 ആണ് നമ്മുടെ LCM ഒന്ന്. അപ്പോൾ 84 ആണ് എന്ത്? 12x. അങ്ങനെയാണെങ്കിൽ 12x = 84 എന്ന് എഴുതിയിട്ട് നമുക്ക് അവിടെ നിന്ന് എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ 7 ആണ്. അപ്പോൾ അതിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യണം? 3x-ഉം 4x-ഉം അല്ലേ നമ്പർ? അതിൽ എന്തായാലും ഗ്രേറ്റസ്റ്റ് 4x ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് 4 × 7 ചെയ്യുമ്പോൾ 28. വേണമെങ്കിൽ ഇതിന്റെ വാല്യൂ കൂടെ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ. 3x 3 × 7 21 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്പർ എന്ന് വെച്ചാൽ മാക്സിമം ലെവൽ ഇതാണ്. അപ്പോൾ ഇത് തന്നെ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. ഇതിന് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മാക്സിമം വരുന്ന ലെവൽ ഇതാണ്. ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ ചോദിക്കത്തുള്ളൂ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് അങ്ങ് പോയാൽ മതി. പിന്നെ ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൻ്റെ അകത്തും ചോദിക്കത്തില്ല. ഇതേ ചോദിക്കത്തുള്ളൂ. ക്ലാസ് കഴിഞ്ഞ് താങ്ക് യു.